റുഫിയത് വർത്തഫഅത്തിൽ അസ്വാതു ഫിൽ മസാജിദ്. പള്ളികളിൽ അപശബ്ദം മുഴങ്ങുന്ന കാലമായാൽ ഉണ്ടോ ചിന്തിക്കണം. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വശുരിബത്തിൽ ഖുമൂർ വലുബിസൽ ഹരീർ വർത്തഫഅത്തിൽ അസ്വാതു ഫിൽ മസാജിദ് വത്തുഖിദത്തിൽ ഖൈനാതു വൽ മആസിഫ്. വത്തുഖിദത്തിൽ ഖൈനാതു പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ കാലമായാൽ എന്താ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോലും സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സിനിമാറ്റിക് ഡാൻസാണ്. എത്ര വയസ്സുള്ള കുട്ടികൾ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുസ്ലിം മാനേജ്മെന്റുകളാണ്. എന്താ കാരണം പറഞ്ഞേ? സ്കൂൾ വാർഷികം നടത്തിയിട്ടില്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ കിട്ടൂല. സ്കൂൾ വാർഷികം നടത്താന്നുള്ളത് ഗവൺമെന്റിന്റെ നിയമം പോലുമല്ല, നിയമമായി പോലും ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ ഇന്നെല്ലാം ഇനം വേണം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. സിനിമാറ്റിക് ഡാൻസിന് വേണ്ടി കുട്ടിയെ പറഞ്ഞേക്കുന്ന രക്ഷിതാവ് ചിന്തിക്കണേ, ഭൂമിയിലേക്ക് തീക്കാറ്റടിക്കാനുള്ള കാരണമായി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് വത്തുഖിദത്തിൽ ഖൈനാതു വൽ മആസിഫ്. അടുത്തതെന്താ? വൽ മആസിഫു. വാദ്യമേളങ്ങൾ അധികരിക്കുന്ന കാലമായാൽ വാദ്യമേളം, മ്യൂസിക് വർദ്ധിക്കുക. മ്യൂസിക് എന്നല്ലേ ഉള്ളൂ. ഏത് മുഖ്ലിസായ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ അടിക്കുമ്പോ മുത്തഖിയായ തഹജ്ജുദ് ഒരു ദിവസം പോലും കളയാത്ത മുത്തഖിയായ ഒരു മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ റിംഗ് ചെയ്യുമ്പോൾ പോലും തുഖിദത്തിൽ ഖൈനാതു വൽ മആസിഫ് വലഅന ആഖിറു ഹദിഹിൽ ഉമ്മത്തി അവ്വലഹാ. എന്റെ സമുദായത്തിൽ അവസാന കാലം വരുന്നവർ ആദ്യകാലക്കാരായ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാലമായാൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്താ പരിശോധിക്കേണ്ടത്? തീക്കാറ്റടിച്ച സ്ഥലത്ത് പോയി വൃക്ഷങ്ങളല്ല, തീക്കാറ്റടിച്ച സ്ഥലത്ത് പോയി ഉപ്പല്ല, കടലല്ല നിരീക്ഷിക്കേണ്ടത്, ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെയാണ്. വലഅന ആഖിറു ഹദിഹിൽ ഉമ്മത്തി അവ്വലഹാ. എന്റെ സമുദായത്തിൽ അവസാന കാലം വരുന്ന ആളുകൾ ആദ്യകാലക്കാരായ ആളുകളെ ആക്ഷേപിക്കുക. ആരെ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ. ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അബൂ ഹനീഫക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, മാലിക് പഴിച്ചുപോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ആരാ പറയുന്നത്? അലിഫിന്റെ മൂട് തിരിയാത്തവൻ മഹാന്മാരായ ആലിമീങ്ങളെ ആക്ഷേപിക്കുക. കണ്ണിയത്തുത്താത് മഹാനായ അള്ളാഹുവിന്റെ വലിയായ ആരിഫായ മഹാനെ കുറിച്ച് പറയുക. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ബദർ മൗലിദോദി മുശ്രിക്കായി ചത്തുപോയ ആളാണെന്ന് ആരെക്കുറിച്ച്? നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു പക്ഷെ ആ പ്രസംഗം കേട്ടു നിന്ന് വന്നേക്കാം. അല്ലാഹുവിന്റെ പ്രകൃതിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല, ആകാശത്തിന് കേട്ടു നിൽക്കാൻ കഴിയില്ല, ഭൂമിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല, കാറ്റിന് കേട്ടു നിൽക്കാൻ കഴിയില്ല. എന്തിനേറെ ഇവിടെ ഒന്നും നിന്നില്ല. ഇവർ പറഞ്ഞില്ലേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലും പഴിച്ചുപോയ കൂട്ടത്തിലാണ്. എന്താ അവര് പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ, ഉസ്മാനാണ് 2 ബാങ്കെന്ന സിസ്റ്റം കൊണ്ടുവന്നത്. അതുകൊണ്ട് പുണ്യ നബിയുടെ വഴിയിൽ നിന്ന് പഴിച്ചുപോയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഏത് ഉസ്മാനെ കുറിച്ചാണ്? ലികുല്ലി നബിയിൻ റഫീഖുൻ ഫിൽ ജന്ന. ഓരോ പ്രവാചകനും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ ആ ഉസ്മാനെ പോലും പഴിച്ചുപോയി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും അല്ലാഹു വഹി ഇറക്കി കൊടുത്ത ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഭരണം ഏറ്റെടുത്ത പാടെ തന്റെ അനുചരന്മാർക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചില്ലേ, സ്വഹാബാ, റസൂലുള്ളാഹി പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഉമർ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴാണ് സദസ്സിൽ നിന്നൊരാൾ, ഒരാറാബി ചാടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഉമറേ, അന്ന് നിന്റെ ഉടലിൽ നിന്ന് ഈ വാളുകൊണ്ട് തല ഞാൻ വേർപെടുത്തും ഉമറേ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ പോലും പഴിച്ചുപോയി.
ആരാ പറയുന്നത്? ഇവരെ കുറിച്ച് തിരിഞ്ഞിട്ടില്ലാത്ത പിൽക്കാലത്തുള്ള ആളുകൾ എന്തേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കാലത്ത് തറാവീഹ് 8-20 ഉമറാണ്, അതുകൊണ്ട് ഉമറിന് പഴിച്ചുപോയി എന്ന് നിർദാക്ഷിണ്യം ലജ്ജയില്ലാതെ വിളിച്ചു പറയുന്ന ഒരു തലമുറ വന്നാൽ ഫന്തദിറു ഇൻദ ദാലിക റീഹൻ ഹംറാ, ആ കാലത്ത് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചോളൂ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ കാലത്ത് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചോളൂ. വസൽസല, ഭൂകമ്പം, വഖസ്ഫൻ വമസ്ഖ, ആളുകളെ ഭൂമി പിടിച്ചു വിഴുങ്ങുന്ന രംഗമുണ്ടാകും. അതേപോലെ ഭൂമി ആളുകളെ പിടിച്ചു വിഴുങ്ങുന്ന രംഗമുണ്ടാകും. ആളുകൾ കോലം മറിക്കപ്പെടും. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലി പിരിയാം. ഒരേ ഒരു ഹദീസ്, അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾ കേൾക്കേണ്ടതാ, ചെറുപ്പക്കാർ കേൾക്കേണ്ടതാണ്. ഒരേ ഒരു ഹദീസ്. മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോവാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സ്വഹാബികൾക്ക് ഇൽമു പഠിപ്പിച്ച തന്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ സംശയമുണ്ടാകുമ്പോൾ സംശയ നിവാരണത്തിനായി ആയിഷ ബീവിയുടെ വീട്ടിൽ പോകാറുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഞാൻ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൂടെ ഒരാൾ കൂടി, എന്റെ കൂടെ വേറൊരാളും കൂടി. അയാൾ പറഞ്ഞു, ഞാനും പോരുണ്ട് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക്. ഞങ്ങൾ രണ്ടുപേരും ചെന്നു. വീടിന്റെ വെളിയിൽ നിന്നോ അകത്ത് നിന്നാണ് ആയിഷമ്മയോട് ഞങ്ങൾ സംശയം ചോദിക്കാറുള്ളത്. വെളിയിൽ നിന്ന് ഞങ്ങൾ സംശയം ചോദിക്കും. ആയിഷമ്മ മറക്കപ്പുറത്തിരുന്ന് വീടിന്റെ അകത്ത് നിന്ന് മറുപടി പറഞ്ഞു തരും. അങ്ങനെ എന്റെ കൂടെയുള്ള ഞങ്ങൾ രണ്ടുപേരും ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്റെ കൂടെയുള്ള ആൾ ആയിഷയമ്മയോടൊരു ചോദ്യം ചോദിച്ചു. അഖ്ബിരീനി അനിസ്സൽസല, ആയിഷ ഉമ്മ, റസൂലുള്ളാഹ് ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? അഖ്ബിരീനി അനിസ്സൽസല, ഭൂകമ്പം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പുണ്യനബി പറഞ്ഞത് വല്ല വിവരവും നിങ്ങൾ എടുത്തുണ്ടോ? ഒന്ന് പറഞ്ഞു തരാമോ? ഭൂകമ്പം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു തരാമോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എന്റെ കൂടെയുള്ള ആൾ ചോദിച്ചുവെന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ച സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ശ്രദ്ധിക്കണേ, നമ്മൾ അവസാനിപ്പിക്കാം. വിഷയം തീർന്നില്ല. ഇൻഷാ അല്ലാഹ് ചില ഭാഗമൊക്കെ ഞായറാഴ്ച നമ്മൾ പറയും. ഞായറാഴ്ച നമ്മുടെ വിഷയം തന്നെ പലിശയാണ്. അള്ളാഹു ആ കെടുതിയിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു ആ കെടുതിയിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ. സമസ്ത ഓരോ മഹല്ലത്തിലും നടപ്പിൽ വരുത്തേണ്ട ചില പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലിശയിൽ നിന്ന് ഈ ഉമ്മത്തിലെ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്താൻ നൂറുകണക്കിന് സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് മദ്രസകളും ഗവൺമെന്റിന്റെ ഒരു ഫീൽസ് പോലും ഇല്ലാതെ കെട്ടിപ്പടുത്ത ഈ സമുദായത്തിന് പലിശയെ മണ്ണിൽ കുഴിച്ചുമൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയണം, ഞായറാഴ്ച നമ്മുടെ വിഷയം അതാണ്, നമ്മൾ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഈ സ്വഹാബി ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദസ്തബാഹു സിനാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലാതെ ആയിഷ ബീവിന്റെ കയ്യിൽ വിവരം ഉണ്ടാവില്ലല്ലോ. ഇദസ്തബാഹു സിനാ, ആളുകൾ വ്യഭിചാരം ഹലാൽ പോലെയായി കാണുന്ന കാലമായാൽ, ഇസ്തബാഹു സിനാ, ഹലാൽ പോലെയായി കാണുക വ്യഭിചാരം. ശ്രദ്ധിക്കണേ, എപ്പോഴാണ് ഭൂകമ്പം? ഭൂകമ്പം എപ്പോഴാ? നേപ്പാളിന്റെ മണ്ണും ഇന്ത്യയുടെ ഭൂമിയും നേപ്പാളിന്റെ ഭൂമിയും തമ്മിൽ അടിച്ചതല്ല. ആ ഭൂകമ്പം ഉണ്ടായ ഉടനെ നിങ്ങൾ കണ്ട പത്രത്തിൽ എഴുതിയത് എന്താ? പത്രത്തിൽ എഴുതിയത്, മധ്യ ഇന്ത്യയുടെ പല ഭാഗത്തും ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം ഞങ്ങൾ വിള്ളൽ കാണുന്നു. എന്താ വിള്ളൽ എന്നാ? പ്രത്യേകമായ വിള്ളൽ. അപ്പോ ഏതു പ്രദേശത്താണോ ഭൂകമ്പം അള്ളാഹു നടപ്പിലാക്കുന്നത്, ആ പ്രദേശത്തെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അള്ളാഹു വേർതിരിച്ചു നിർത്തും. എന്നിട്ട് ആ പ്രദേശത്തെ കുലിക്ക് മറിച്ച് അള്ളാഹു തലകീഴെ മറിച്ചിടും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുക, ഇദസ്തബാഹു സിനാ, ആളുകൾ വ്യഭിചാരം ഹലാൽ പോലെയായി കാണുക. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. കാതിന് വ്യഭിചാരമുണ്ട്, കാതിന്റെ വ്യഭിചാരമാണ് ഇസ്തിമാഉ, സംസാരം കേൾക്കൽ. നാവിന്റെ വ്യഭിചാരമുണ്ട്, സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരമാണ് സംസാരം. സംസാരിക്കൽ വ്യഭിചാരാണ്. പണ്ടത്തെ കാലത്ത് പെണ്ണ് കാണാൻ പോകാറുണ്ട്.
പണ്ട് പെണ്ണ് കാണാൻ പോയാ പെണ്ണിനെ കാണാതെ തിരിച്ചു വരില്ല. പിന്നെ ഉമ്മനെ പെങ്ങന്മാരൊക്കെ പറഞ്ഞ ചോര പെണ്ണ് കാണല്, വെറുതെ പോയി പോരില്ല. തൊട്ടടുത്ത കാലം വന്നു. ആ കാലത്തെ സ്വഭാവം എന്താ? പെണ്ണ് കാണാൻ പോയാല് പെണ്ണിനെ ശരിക്ക് കാണൂല. വാതിലിന്റെ മറവിൽ ഈ സദസ്സിലുണ്ടാവും എത്രയോ ആളുകൾ പെണ്ണിനെ കാണാതെ കിട്ടിയുണ്ടാവും. ഈ സദസ്സിൽ പെണ്ണ് കാണാതെ. നമ്മൾ അന്നത്തെ കോമ പറയുന്ന കുട്ടികൾ അതൊക്കെ അന്ധകാലത്ത് വിവരമില്ലാത്തോണ്ട് ചെയ്തതാണല്ല. വാപ്പ പറഞ്ഞതാ മോനോട്, മോനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, നീ അത് കെട്ടണം. ആയിക്കോട്ടെ വാപ്പേ. പെണ്ണ് കാണൽ സുന്നത്താ, വാപ്പയെ അനുസരിക്കൽ നിർബന്ധ. അതുകൊണ്ട് പെണ്ണിനെ കാണാതെ കല്യാണം കഴിച്ച ആൾ ഇവിടെ ഉണ്ടാവും. 8 കൊല്ലം മുമ്പ് എന്റെ കൂടെ ഹജ്ജിനുണ്ടായിരുന്ന വലിയൊരു പ്രായമുള്ള മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് ശരീരത്തിന് പ്രായമായെങ്കിലും മനസ്സിന് പ്രായമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. എന്റെ കാരണം എന്താ വെച്ചാൽ അയാൾ നല്ല തമാശ വയസ്സനാ, ഭയങ്കര തമാശ. ഒഴിവിട്ടുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് പഴയ കാലത്തെ കഥ പറഞ്ഞു തരും. അന്ന് അയാൾ എന്നോട് പറഞ്ഞതാ, ഞാൻ എന്റെ പെണ്ണിനെ കെട്ടിയത്, ഭാര്യയെ കെട്ടിയത് കാണാതെ 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യയെ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ പറയാ, അന്ന് എന്തോ നിയമം ഉണ്ടാവും 40 ദിവസത്തെ കഴിയണം. ഞാൻ അയാളോട് ചോദിച്ചു, എന്റെ 40 ദിവസം കഴിഞ്ഞത് അതിന്റെ മുമ്പ് എന്താ കാണാൻ സമ്മതിച്ചില്ലെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, അതല്ല കണ്ടു കിട്ടണ്ട ഉസ്താദേ. പണ്ടൊരാൾ പറഞ്ഞു, എന്തേ ഹോസ്പിറ്റലിലെത്താൻ നേരം വൈകിയത്? 5 മിനിറ്റ് മുമ്പ് കൂടെ വാപ്പ 5 മിനിറ്റ് മുമ്പാണ് വാപ്പനെ ഇവിടെ എത്തിക്കണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ മോൻ പറഞ്ഞ, ഡോക്ടറെ അതിന് അവിടെ നിന്ന് താഴത്തേക്ക് വീണ് കിട്ടണ്ടേ, എത്തിക്കിട്ടണ്ടേ എന്ന് ചോദിച്ച പോലെ ഇയാൾ പറയാം, ഉസ്താദെ കണ്ടു കിട്ടണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചു, അറയിലേക്ക് വരാറില്ലേ? അറയിലേക്ക് വരാറില്ലേ? എന്നോട് പറഞ്ഞു, അറയിലേക്ക് വരും, പക്ഷെ കാണൂല, പുതപ്പിൽ മൂടി പുതച്ച് കടന്നുറങ്ങും. ലജ്ജ. നിങ്ങൾ ആലോചിക്കണം, ലജ്ജയാണ്. കാണാതെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നമ്മൾ പറഞ്ഞു, ആ കാലം അന്തമില്ലാത്തവരുടെ കാലമായിരുന്നു അന്നത്തെ കുട്ടികൾ പറഞ്ഞത്. തൊട്ടടുത്ത കാലം വന്നു. അന്ന് പെണ്ണിനെ കാണാൻ പോയാൽ കാണൂല. ചിലപ്പോ വാതിലിന്റെ മറുവിൽ നിന്നൊരു നോട്ടം കണ്ണെങ്കിലായി. പേരെന്താന്ന് ചോദിച്ചാൽ മുണ്ടില്ല, തിരിച്ചു പോരില്ല. തൊട്ടടുത്ത കാലം വന്നു. പെണ്ണ് കാണാൻ പോയാൽ ആ പെണ്ണ് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ മേശപ്പുറത്ത് വെച്ചിട്ട് പോക്കാണ് പോകും. ചിലപ്പോ അംസാജിന്റെ കാലമൊക്കെ അതായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി. തൊട്ടടുത്ത കാലം വന്നു. ആ കാലത്ത് പെണ്ണ് കാണാൻ പോയാൽ പോയിട്ട് കുറെ കണ്ട് അന്ന് ശരിക്കും കാണും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ഒന്നും ചോദിച്ചാൽ മിണ്ടൂല. തൊട്ടടുത്ത കാലം വന്നു. ഒരുപാട് തവണ നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്തേലൊക്കെ ഒന്ന് പറയും. തിരിഞ്ഞിട്ടില്ല, എന്താ പറഞ്ഞ സക്കീനാണോന്ന് പറഞ്ഞ എന്താ മനസ്സിലായിട്ടില്ല. ഉമ്മ ചോദിക്കും, എന്താ ഈ പേര് ചോദിച്ചത്, എന്താ പേര്? ഞാൻ കേട്ടിട്ടില്ല അമ്മ, എന്തോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാ പറയാം. തൊട്ടടുത്ത കാലം വന്നു. ആ കാലം പോയി. നിങ്ങൾ ശ്രദ്ധിക്കണേ. തൊട്ടടുത്ത കാലം വന്നു. ആ കാലത്ത് പിന്നെ പേരെന്താ, മദ്രസ ഒക്കെ ചോദിച്ചതിന് മാത്രം മറുപടി വരും, ഇങ്ങോട്ടൊന്നും ചോദിക്കൂല. ആ കാലം കഴിഞ്ഞു. അടുത്ത കാലം വന്നു. നമ്മളത് ചോദിച്ചതിന് മറുപടി പറയും, തിരിച്ചിങ്ങോട്ടും ചോദിക്കും. തൊട്ടടുത്ത കാലം വന്നു. പോലത്തെ സ്ഥിതി എന്താ? ഒരാൾ കയറി ചെന്ന അവനോട് പറയും, ഇരിക്കും, ആദ്യം ഓൾ ഇങ്ങോട്ട് ചോദിക്കാം, നീ SSC തോറ്റതോ ജയിച്ചതോ, പേരെന്താ, ഡിഗ്രി പാസ്സായോ? ഓൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടാ പിന്നെ ഇവനാണ് തിരിച്ചു ചോദിക്കണത്. ആ കാലം വന്നു. എന്നിട്ടോ ഒരു കാലം വന്നു. പിന്നെ പെണ്ണ് കാണാൻ പോയ പഴയ കാലത്ത് മിഠായി കൊണ്ടുകൊടുക്കും. മിഠായി പെണ്ണിന്റെ കയ്യിലല്ല കൊടുക്കുക, മിഠായി കൊണ്ടുപോയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പോല, അല്ലെങ്കിൽ അവിടെയുള്ള ആരുടെ. പിന്നുള്ള കാലം വന്നു. ആ കാലം മിഠായി കൊണ്ടായി ഓളെ കൈ കൊടുത്തു പോരും. അടുത്ത കാലം വന്നോ, മിഠായി ഒന്ന് പകുതി ഇവൻ കടിക്കും, പകുതി അവരുടെ വായിൽ വെച്ചു കൊടുക്കും. അടുത്ത കാലം വന്നോ. ആ കാലം പോയി. അടുത്ത കാലം വന്നപ്പോ മിഠായി ഒക്കെ പോയിട്ട് മൊബൈൽ കൊടുക്കലായി. പഴയ കാലത്ത് മൊബൈൽ മാത്രം കൊടുത്തു പോരല, എന്തിന്? കല്യാണം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ. കാലം മാറി. മൊബൈല് കൊടുക്കുമ്പോ തന്നെ സിമ്മും ഇട്ട് കൊടുത്തു. പണ്ടൊരു ചങ്ങായി മൊബൈലും കൊടുത്തു, സിമ്മും കൊടുത്തു, 1000 രൂപയ്ക്ക് റീചാർജും ചെയ്ത് കൊടുത്തു. ഇവൻ എപ്പോ വിളിച്ചാലും മൊബൈലിന് കേൾക്കാതെ, സബ്സ്ക്രൈബർ യു ആർ കോളിംഗ് ഈസ് ബിസി, നിങ്ങൾ വിളിക്കുന്ന ആള് ബിസിയാണ്. അപ്പൊ എന്താ, ഇവന്റെ 1000 രൂപ ചെലവിൽ റീചാർജ് കൂപ്പണിൽ ഇവൾ ആദ്യത്തെ ലൈനിന് വിളിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കാലം വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, തൊട്ടടുത്ത കാലം വന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഫോണും സിമ്മും റീചാർജും നെറ്റ് കണക്ഷനും അതേപോലെ വാട്സപ്പും ഡൗൺലോഡ് ചെയ്തിട്ടാ കൊടുക്കണം. എന്നിട്ടോ കണ്ടുവന്ന സെക്കൻഡ് മുതലേ സംസാരം. ചെറുപ്പക്കാരെ ഇങ്ങനെ ഹലാലാവും. ഞാനിതിവിടെ നിന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ വരെ ചിന്തിക്കും, മൂപ്പരാ പറഞ്ഞത് ശരിയായില്ലല്ലോ എന്ന് പറയും. അതാണ് കാലം. കണ്ടുവന്ന അന്ന് മുതലേ സംസാരം. മാത്രമല്ല, ഇവൻ പോകുമ്പോൾ മൊബൈല് കൊടുക്കാൻ മറന്നുപോയി. ആ മൊബൈല് കൊണ്ടുപോയി കൊടുത്തത് വാപ്പയാണ്. എന്നിട്ട് പിന്നെ നിരന്തരമായി സംസാരം. 2 മാസം കഴിഞ്ഞിട്ടാ നിക്കാഹ്. ആ 2 മാസം കഴിഞ്ഞ് നിക്കാഹ് ചെയ്യുന്നവരെ നിരന്തരമായ സംസാരമാണ് മൊബൈലിലൂടെ. അത് വ്യഭിചാരമാ, സിനാഹുൽ കലാം.
വ്യഭിചാരമാണ്. അതെങ്ങനെ ഉസ്താദേ? 2 മാസം കഴിഞ്ഞാൽ ഞാൻ തന്നെ നിക്കാഹ് ചെയ്യല്ലോ? ആര് പറഞ്ഞടോ നിനക്ക് 2 മാസം ആയുസുണ്ടെന്ന്? നിക്കാഹ് ചെയ്താലല്ലാതെ നിന്റെ പെണ്ണായി ഇസ്ലാം അനുവദിക്കില്ല. നിന്റെ പെണ്ണല്ലാത്ത മറ്റൊരു പെണ്ണിനോടാണോ നീ കിന്നാരം പറഞ്ഞത്? സിനാ, അത് വ്യഭിചാരമാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു വാപ്പയാണ് ഇന്നതൊരു തെറ്റായി കാണുന്നത്? ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഏത് ഉമ്മയാണ് തെറ്റായി കാണുന്നത്? ഉമ്മ എന്നെ ചോദിക്കാം, നീ ഇന്ന് വിളിച്ചോ? എന്താ അടുത്ത വിവരം? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഉമ്മ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, തനിസിനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തനി വ്യഭിചാര വ്യാപകമായി നടക്കുന്നില്ല? ഇത് ഉണ്ടോ? നിങ്ങൾ മുണ്ടുന്നില്ല. വ്യാപകമായി നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിർത്തിവെക്കേണ്ടതാണ്. വ്യഭിചാര മൊബൈല് കൊടുക്കാൻ പാടില്ല. സംസാരിക്കണമെന്ന് പൂതിയുണ്ടോ? നീ കണ്ട ആ സമയത്ത് തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്തേക്ക്. നിക്കാഹിനൊരു നിയമം ഓരി വെച്ചിട്ടില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കിയ നിയമ പുതിയാപ്പിള വരണം. നമ്മൾ ഉണ്ടാക്കിയ നിയമ രണ്ടാമത്തെ മോളെ ഭർത്താവ് വരണ്ടേ? വന്നതിന് ശേഷം രണ്ടാമത്തെ മകളുടെ ഭർത്താവിന് കാണണം നിക്കാഹ്. കാണണം എന്നാരാ നിയമം പറഞ്ഞ്? നമ്മൾ ഉണ്ടാക്കിയ നിയമ. ആകെ വിശുദ്ധദീൻ പറഞ്ഞത് അമ്മോഷൻ പെണ്ണിന്റെ രക്ഷിതാവ്, പെണ്ണിന്റെ വലിയ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ, 2 സാക്ഷികൾ, മഹർ, ഇവരെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വചനം, ഇതേ അല്ലാഹുവിന്റെ ദീൻ നിർബന്ധമാക്കിയുള്ളൂ. വേറുള്ളത് അനർത്ഥങ്ങൾക്ക് വേണ്ടി ഹറാമിനെ വില കൊടുത്തു. ഇങ്ങനെ വ്യഭിചാരം വ്യാപകമായി എല്ലാ ആളുകളും, നല്ല മനുഷ്യന്മാരുടെ വീട്ടിൽ പോലും വ്യഭിചാരം നടക്കുന്ന കാലായാൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയാൻ, വശരിബുൽ ഖംറ, എന്റെ സമുദായം മൂക്കറ്റം മദ്യപിക്കുകയും വലറബൂബിൽ മഗാനി, അവർ വാദ്യമേളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ വഗറല്ലാഹു ഫി സമായി, അപ്പോൾ അല്ലാഹുവിന് ആകാശത്ത് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിക്കുമ്പോൾ റബ്ബ് ഭൂമിയോട് പറയും, തസൽസലി, ഭൂമി ഒന്ന് കുലുങ്ങിക്കൊടുക്ക്. ആ സമയത്ത് ആ ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് സയ്യിദത്തുനാ ആയിഷ. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു, പിരിയുന്നു. ഈ വിഷയം അവസാനിച്ചിട്ടില്ല. ഒരുപാട് ഹദീസുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിപത്തുകൾ വന്നു പെടുന്നതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ, മക്കളെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, നാടിനെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ മനസ്സൊക്കെ നിഷ്കളങ്കമാക്കി തരട്ടെ. ഇന്ന് നമ്മുടെ ഈ വേദിക